വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. മെക്കാനിക്കൽ ഗ്രേഡ് 2ൻ്റെ എക്സാം നമുക്കറിയാം ഈ നവംബർ 17-ാം തീയതിയാണ് അല്ലേ. അപ്പോൾ നവംബർ 17-ാം തീയതി നടക്കുന്ന മെക്കാനിക്കൽ ഗ്രേഡ് 2-ലെ നമ്മൾ ആ സിലബസിലെ ബോയിലർ എന്നുള്ള ഒരു ഭാഗമുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബോയിലേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ആ ബോയിലറിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെക്കാനിക്കൽ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒരു ക്രാഷ് ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫുള്ളി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്തിട്ടുണ്ട്, മോക്ക് ടെസ്റ്റും കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഈ വരുന്ന എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ സ്ട്രോങ് ആയിട്ട് പഠിച്ചിട്ട് ആ ഒരു പോസ്റ്റ് നേടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ബോയിലേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോയിലേഴ്സ് എന്താണ്, സ്റ്റീം ബോയിലേഴ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ബോയിലേഴ്സ് എന്നും ആ ബോയിലേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, മെയിനായിട്ട് നമ്മൾ ആദ്യം പഠിക്കാവുന്ന ബോയിലേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ആ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ബോയിലർ എന്താണെന്നുള്ളത് നോക്കാം. എ ബോയിലർ ഓർ എ സ്റ്റീം ജനറേറ്റർ ഓർ ഈസ് യൂഷ്വലി എ ക്ലോസ്ഡ് വെസൽ മെയ്ഡ് ഓഫ് സ്റ്റീൽ. അത് ഒരു സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരുന്ന ഒരു ക്ലോസ്ഡ് വെസലാണ് നമ്മൾ സാധാരണ ബോയിലർ അല്ലെങ്കിൽ ഒരു സ്റ്റീം ജനറേറ്റർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ബോയിലർ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു ട്രാൻസ്ഫർ ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി കമ്പഷൻ ഓഫ് ഫ്യൂവൽ ടു ദി വാട്ടർ ടു ജനറേറ്റ് സ്റ്റീം. നമുക്ക് സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂവൽ കമ്പഷൻ നടന്നതിന് ശേഷം ആ ഫ്യൂവൽ ഏത് കാറ്റഗറി ആയിക്കോട്ടെ, അതായത് സോളിഡ് ഫ്യൂവൽ ആയിക്കോട്ടെ, ലിക്വിഡ് ഫ്യൂവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്യാഷ്യസ് ഫ്യൂവൽ ആയിക്കോട്ടെ, ഈ മൂന്ന് ഏത് കാറ്റഗറിയിലുള്ള ഫ്യൂവൽ ആയാലും ഏത് അവസ്ഥയിലുള്ള സ്റ്റേറ്റിലുള്ള ഫ്യൂവൽ ആയാലും നമ്മൾ അത് കമ്പഷൻ ചെയ്തതിന് ശേഷം ആ ഒരു ഹീറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, വാട്ടറിലോട്ട് കടത്തി വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റീമിനെ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റീമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അതാണ് നമ്മളുടെ ഒരു ബോയിലർ അല്ലെങ്കിൽ ഒരു സ്റ്റീം ജനറേറ്റർ എന്നതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് നമുക്ക് പറയുന്നത് ഈ ഒരു ബോയിലറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ദ സെലക്ഷൻ ഓഫ് ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് സ്റ്റീം ബോയിലർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. എന്തെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മളൊരു ബോയിലറിനെ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു ബോയിലർ എങ്ങനെയാണെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ ഓരോ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ദ പവർ റിക്വയർഡ് ആൻഡ് ദ വർക്കിംഗ് പ്രഷർ. എത്രത്തോളം പവറാണ് നമുക്ക് ബോയിലറിന് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് പ്രഷർ എത്രയാണ് എന്ന് നോക്കിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. ദെൻ രണ്ടാമത് പറയുന്നത് ദി ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഓഫ് ദി പവർ ഹൗസിൻ്റെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ. അപ്പോൾ നമുക്കറിയാം ചില പവർ ഹൗസുകൾ നമുക്കറിയാം ഉയരത്ത് നിൽക്കുന്നുണ്ടാവും, താഴെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതേപോലുള്ള അണ്ടർ വാട്ടറിൽ നിൽക്കുന്ന പവർ ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പവർ ഹൗസിൻ്റെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ മൊത്തത്തിൽ നോക്കിയിട്ടായിരിക്കും നമുക്ക് അടുത്ത ബോയിലർ, നമുക്ക് വേണ്ട ബോയിലർ എങ്ങനെയെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുക. ദെൻ നെക്സ്റ്റ്, ദ ഫ്യൂവൽ ആൻഡ് വാട്ടർ അവൈലബിൾ. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നമുക്കിതിൻ്റെ ഫ്യൂവലും വാട്ടറും അല്ലേ. വെള്ളം നമുക്ക് എന്തായാലും സ്റ്റീമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ആവശ്യമായിട്ടുണ്ട്, വാട്ടർ ആവശ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്യൂവൽ അല്ലേ, കമ്പഷൻ ഓഫ് ഫ്യൂവൽ. അത് ഏത് മോഡലിലെ ഫ്യൂവൽ ആണെങ്കിലും ആ ഫ്യൂവലിന് അങ്ങോട്ട് എത്താനും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും അവിടേക്ക് എത്തിക്കാനൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ നമുക്ക് വാട്ടറിൻ്റെയും ഫ്യൂവലിൻ്റെയും അവൈലബിലിറ്റി അനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റീം ബോയിലേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത്, ദ പ്രോബബിൾ പെർമനൻസി ഓഫ് ദി സ്റ്റേഷൻ അല്ലേ. ഒരു പവർ സ്റ്റേഷൻ്റെ എത്രത്തോളം വിശ്വാസ്യത അല്ലെങ്കിൽ എത്രത്തോളം സ്ഥിരത അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ചില പവർ സ്റ്റേഷൻസ് നമുക്ക് താൽക്കാലികമായി നിർമ്മിച്ചായിരിക്കും, കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയല്ല ഇതല്ലാതെ അപ്പോൾ അതിൻ്റെ എത്രത്തോളം അത് അവിടെ ഉണ്ടാവും എന്നുള്ളത് നോക്കിയിട്ടായിരിക്കണം അടുത്തത് തിരഞ്ഞെടുക്കേണ്ടത്. ദെൻ ലാസ്റ്റ് വൺ, ദ പ്രോബിൾ ലോഡ് ഫാക്ടർ. മൊത്തത്തിൽ എത്രത്തോളം ലോഡാണ് നമ്മൾ അതിൽ എടുക്കുന്നത്, നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എങ്ങനെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പവർ എത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ള ഈ ഒരു ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റീം ബോയിലർ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആശ്രയിക്കേണ്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സെലക്ഷൻ ഓഫ് ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് സ്റ്റീം ബോയിലർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീം ബോയിലേഴ്സ് ആണ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീം ബോയിലേഴ്സ് ആണ്. ഈ ബോയിലേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ബോയിലേഴ്സിനെ കുറേ ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെ ക്ലാസിഫിക്കേഷനാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് പഠിക്കാം. അതോടൊപ്പം തന്നെ അത് എന്താണ് എന്നുള്ളതും നമുക്കൊന്ന് ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവാം.
അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദി കണ്ടൻസ് ഇൻ ദി ട്യൂബ്. അക്കോർഡിംഗ് ടു ദി കണ്ടൻസ് ഇൻ ദി ട്യൂബ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ട്യൂബിൻ്റെ അകത്തുകൂടെ പോകുന്ന കണ്ടൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ട്യൂബിൻ്റെ അകത്തുള്ള കണ്ടൻസിനെ ബേസ് ചെയ്തിട്ടാണ് എന്തെല്ലാം രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫയർ ട്യൂബാണ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വാട്ടർ ട്യൂബാണ്. അപ്പോൾ നമുക്കറിയുന്നതാണ് രണ്ടായിട്ടാണ് നമുക്ക് കണ്ടൻസിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഫയർ ട്യൂബ് ബോയിലർ എന്നും വാട്ടർ ട്യൂബ് ബോയിലർ എന്നും രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഫയർ ട്യൂബിനെ സ്മോക്ക് ട്യൂബ് എന്നും പറയാറുണ്ട്. ഫയർ ട്യൂബ് ബോയിലർ അല്ലെങ്കിൽ വാട്ടർ ട്യൂബ് ബോയിലർ. എന്താണ് ഫയർ ട്യൂബ് ബോയിലർ അല്ലെങ്കിൽ എന്താണ് വാട്ടർ ട്യൂബ് ബോയിലർ എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഇൻ ഫയർ ട്യൂബ് സ്റ്റീം ബോയിലേഴ്സ് ഫ്ലെയിംസ് ആൻഡ് ഹോട്ട് ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പസ്റ്റൻ ഓഫ് ദി ഫ്യൂൽ passes through the tubes which are surrounded by water. അല്ലേ? എന്താണ് ഫയർ ട്യൂബ് ബോയിലർ എന്ന് പറയുന്നത്? അതായത് കമ്പസ്റ്റൻ നടന്നതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്യൂവലിൻ്റെ ആ ഹോട്ട് ഗ്യാസസ്, ഫ്ലെയിംസ് ഉണ്ടാവുമല്ലോ. ഫ്യൂവൽ കമ്പസ്റ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോട്ട് ഗ്യാസസ് അല്ലെങ്കിൽ ഫ്ലെയിംസ്, ഹോട്ട് ഗ്യാസസ്, അത് ട്യൂബിൻ്റെ അകത്തിലൂടെ അല്ലേ, പാസ് ത്രൂ ദി ട്യൂബിൻ്റെ അകത്തുകൂടെ പാസ് ചെയ്ത് പോകുന്ന ഇതാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫയർ ട്യൂബ് ബോയിലർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? വാട്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫയർ ട്യൂബ് ബോയിലർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഫയർ ട്യൂബ് ബോയിലറിൻ്റെ ഫിഗർ നോക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫർണസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കമ്പസ്റ്റ് നടക്കുന്നുണ്ട്, ഫ്യൂവൽ കമ്പസ്റ്റ് ആവുന്നുണ്ട്. ഫ്യൂവൽ കമ്പസ്റ്റ് ആയിട്ട് ഈ ഹോട്ട് ഗ്യാസസ് എല്ലാം തന്നെ എവിടേക്ക് പോകുന്നുണ്ട്? പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഹോട്ട് ഗ്യാസസ് എല്ലാം തന്നെ പുറത്തോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ പാസ് ചെയ്ത് പോകുന്നതെല്ലാം ട്യൂബിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഈ ട്യൂബിലൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പാസ് ചെയ്ത് പോയി നമുക്ക് നേരെ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ട്യൂബിലൂടെ പാസ് ചെയ്ത് പോകുന്നു. അതിൻ്റെ ചുറ്റും, ട്യൂബിന് ചുറ്റും എന്തായിരിക്കുന്നുണ്ട്? വാട്ടർ ഉണ്ട് അല്ലേ? ട്യൂബിന് ചുറ്റും വാട്ടർ ഉണ്ട്. ഈ ഒരു ടൈപ്പ് ബോയിലറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫയർ ട്യൂബ് ബോയിലർ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ടൈപ്പ് ബോയിലറിനെയാണ് നമ്മൾ പറയുന്നത് ഫയർ ട്യൂബ് ബോയിലർ എന്ന് പറയുന്നത്. അപ്പോൾ ഫയർ ട്യൂബ് ബോയിലറിനുള്ള ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നില്ല നമുക്ക് നോക്കാം. സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ, കൊക്രാൻ ബോയിലർ, ലാങ്കേഷർ ബോയിലർ, കോർണിഷ് ബോയിലർ, സ്കോച്ച് മറൈൻ ബോയിലർ, ലോക്കോമോട്ടീവ് ബോയിലർ. അപ്പോൾ ഈ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിരിക്കണം. ഈ എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ സാധാരണ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? കൊക്രാൻ ബോയിലർ ഏത് കാറ്റഗറിയിൽ പെടുന്ന ബോയിലറാണ് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എല്ലാ തവണയും ഒരു ടൈപ്സ് ക്ലാസിഫിക്കേഷൻസ് നിന്ന് നമുക്കൊരു ബോയിലർ എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ബോയിലറിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷനിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ആക്സസറീസും മൗണ്ടിങ്സും തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗം നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ അടുത്ത് നമ്മൾ വാട്ടർ ട്യൂബ് ബോയിലർ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇൻ വാട്ടർ ട്യൂബ് സ്റ്റീം ബോയിലർ ദ വാട്ടർ കണ്ടെയ്ൻഡ് ഇൻസൈഡ് ദ ട്യൂബ്സ് കാൾഡ് വാട്ടർ ട്യൂബ്സ് വിച്ച് ആർ സറൗണ്ടഡ് ബൈ ഫ്ലെയിംസ് ആൻഡ് ഹോട്ട് ഗ്യാസസ് ഫ്രം ഔട്ട്സൈഡ്. അല്ലേ? അതായത് വാട്ടർ ട്യൂബ് ബോയിലർ എന്താണ് പറയുന്നത്? ട്യൂബ്സിൻ്റെ അകത്ത് ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. ഫ്ലെയിംസ് എവിടെയായിരിക്കും? അല്ലെങ്കിൽ ഹോട്ട് ഗ്യാസസ് എവിടെയായിരിക്കും? അതിൻ്റെ ട്യൂബിൻ്റെ പുറത്തായിരിക്കും. അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ഫയർ ട്യൂബ് ബോയിലറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഫയർ ട്യൂബ് ബോയിലർ ആണെന്നുണ്ടെങ്കിൽ ഫയർ കത്തുന്ന ഫ്ലെയിംസും ഹോട്ട് ഗ്യാസസും ട്യൂബിൻ്റെ അകത്തുകൂടി, പുറത്ത് സറൗണ്ട് ചെയ്തിരിക്കുന്നത് വാട്ടർ ആയിരിക്കും. ഇതിൽ നേരെ തിരിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. ട്യൂബിൻ്റെ അകത്തായിരിക്കും എന്തുണ്ടായിരിക്കുക? വാട്ടർ ഉണ്ടായിരിക്കുക. സറൗണ്ട് ചെയ്തിരിക്കുന്നത് ആരായിരിക്കും? ഫ്ലെയിംസ് ആയിരിക്കും. അതാണ് നേരത്തെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വാട്ടർ ട്യൂബ് ബോയിലർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വാട്ടർ ട്യൂബ് ബോയിലർ നമുക്കിവിടെ ഫിഗർ നോക്കിയാൽ മനസ്സിലാൻ പറ്റും. വാട്ടർ ഈ ട്യൂബിൻ്റെ അകത്ത് കൂടെ വാട്ടർ കയറുന്നുണ്ട്. ട്യൂബിൻ്റെ അകത്താണ് എന്ത് വരുന്നത് അല്ലേ? വാട്ടർ വരുന്നത്. ട്യൂബിൻ്റെ അകത്താണ് വാട്ടർ വരുന്നത്. ദെൻ നമ്മൾ ഫർണസിൽ നിന്ന് കത്തിയിട്ടുള്ളത് ഈ ഫ്ലെയിംസ് എല്ലാം തന്നെ ട്യൂബിന് ചുറ്റുപാടും സറൗണ്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്ടർ ട്യൂബ് ബോയിലർ എന്താണ്, ഫയർ ട്യൂബ് ബോയിലർ എന്താണ്. അപ്പോൾ വാട്ടർ ട്യൂബ് ബോയിലറിന് ഉള്ള എക്സാമ്പിളാണ് നമ്മളടുത്ത് പറയുന്നത് ബാബ്കോക്സ് ആൻഡ് വിൽകോക്സ് ബോയിലർ. രണ്ടാളുകളുടെ പേരാണ്, ഒന്നിച്ചൊരു ബോയിലറിനാണ് കൊടുത്തിട്ടുള്ളത്. ബാബ്കോക്സ് ആൻഡ് വിൽകോക്സ് ബോയിലർ, സ്റ്റിർലിംഗ് ബോയിലർ, ലാമോണ്ട് ബോയിലർ, ബെൻസൺ ബോയിലർ, യാരോ ബോയിലർ ആൻഡ് ലോഫ്ലർ ബോയിലർ. ഇത്രയും എക്സാമ്പിൾസ് ആണ് എന്തിലുള്ളത്? നമ്മളുടെ വാട്ടർ ട്യൂബ് ബോയിലർ ഉള്ളത്. അപ്പോൾ എക്സാമ്പിൾസ് മറക്കരുത്. എക്സാമ്പിൾസ് എന്തായാലും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് ഫയർ ട്യൂബ് ബോയിലേഴ്സ് പറയുന്നത് സിമ്പിൾ വെർട്ടിക്കൽ, കൊക്രാൻ ബോയിലർ, ലാങ്കേഷർ ബോയിലർ, കോർണിഷ് ബോയിലർ, സ്കോച്ച് മറൈൻ ബോയിലർ, ലോക്കോമോട്ടീവ് ബോയിലർ. ഇതൊക്കെയാണ് നമ്മൾ എന്ത് വരുന്നത്? ഫയർ ട്യൂബ് ബോയിലർ. വാട്ടർ ട്യൂബ് ബോയിലർ ആകുമ്പോൾ ബാബ്കോക്സ് ആൻഡ് വിൽകോക്സ് ബോയിലർ, സ്റ്റിർലിംഗ് ബോയിലർ, ലാമോണ്ട് ബോയിലർ, ബെൻസൺ ബോയിലർ, യാരോ ബോയിലർ, ലോഫ്ലർ ബോയിലർ. ഇത്രയും ബോയിലേഴ്സാണ് നമുക്ക് എന്ത് വരുന്നത്? വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വാട്ടർ ട്യൂബ് ബോയിലറിൻ്റെയും ഫയർ ട്യൂബ് ബോയിലറിൻ്റെയും ഫിഗറാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫയർ ട്യൂബ് ആണെന്നുണ്ടെങ്കിൽ ട്യൂബിൻ്റെ അകത്ത് ആരായിരിക്കും? ഫയർ അല്ലെങ്കിൽ ഹോട്ട് ഫ്ലെയിംസ് ആയിരിക്കും. വാട്ടർ ട്യൂബ് ആണെന്നുണ്ടെങ്കിൽ ട്യൂബിൻ്റെ അകത്ത് ആരായിരിക്കും?
വാട്ടർ ആയിരിക്കും, സറൗണ്ടിങ്സിൽ ഫ്ലെയിം ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു വാട്ടർ ട്യൂബ് ബോയിലർ, ഫയർ ട്യൂബ് ബോയിലർ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദി പൊസിഷൻ ഓഫ് ഫർണസ് അറിയാലോ അല്ലേ, നമുക്ക് അതായത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് നോക്കുന്നത് കേട്ടോ. അത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്റേണലി ഫയർഡ് ആണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണലി ഫയർഡ് ആണ്. എന്താണ് ഇന്റേണലി ഫയർഡ് ബോയിലർ, എന്താണ് എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇൻ ഇന്റേണലി ഫയർഡ് സ്റ്റീം ബോയിലേഴ്സ് ദ ഫർണസ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ബോയിലർ ഷെൽ. മോസ്റ്റ് ഓഫ് ദി ഫയർ ട്യൂബ് സ്റ്റീം ബോയിലേഴ്സ് ആർ ഇന്റേണലി ഫയർഡ്. അത് ഇന്റേണൽ ഫയർഡ് ബോയിലർ ആണെങ്കിൽ, ഇന്റേണലി ഫയർഡ് ബോയിലർ ആണെന്നുണ്ടെങ്കിൽ ഫർണസ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ബോയിലർ ഷെൽ. ബോയിലർ ഷെൽ എന്താണെന്നില്ല നമ്മൾ പഠിക്കും. ഇപ്പോൾ ഒരു ബോയിലറിൻ്റെ നമ്മളൊരു ബോയിലർ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോയിലർ ഫിക്സ് ചെയ്തിട്ടുള്ള അതിൻ്റെ മൊത്തം കാര്യങ്ങൾ നടക്കുന്ന ഈ ഒരു ഔട്ടർ കവറിംഗ് ഉള്ള അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബോയിലർ ഷെൽ എന്ന് പറയുന്നത് കേട്ടോ. ബോയിലറിൻ്റെ ഓരോ പാർട്സും കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ പറയുന്നതാണ് ബോയിലർ ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റേണലി ഫയർഡ് സ്റ്റീം ബോയിലർ എന്ന് പറയുന്നത് ഫർണസ് എപ്പോഴും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും, ഇൻസൈഡ് ദ ബോയിലർ ഷെല്ലാണ്. ബോയിലർ ഷെല്ലിൻ്റെ അകത്തായിരിക്കും എന്തുണ്ടാകുക, ഫർണസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇന്റേണലി ഫയർഡ് ബോയിലർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആൾ ഫയർ ട്യൂബ് ബോയിലേഴ്സ് ആർ ഇന്റേണലി ഫയർഡ്. എല്ലാ ഫയർ ട്യൂബ് ബോയിലേഴ്സും എന്തായിരിക്കും, ഇന്റേണലി ഫയർഡ് ബോയിലർ ആയിരിക്കും കേട്ടോ. മോസ്റ്റ് ഓഫ് ദി ഫയർ ട്യൂബ് ബോയിലേഴ്സ് ആർ ഇന്റേണലി ഫയർഡ് എന്ന് പറയുന്നുണ്ട്. ദെൻ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ ആണ് അല്ലേ. എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ ദ ഫർണസ് ഈസ് അറേഞ്ച്ഡ് അണ്ടർനീത്ത് ഇൻ എ ബ്രിക്ക് വർക്ക് സെറ്റിംഗ്. വാട്ടർ ട്യൂബ് സ്റ്റീം ബോയിലേഴ്സ് ആർ ഓൾവേസ് എക്സ്റ്റേണലി ഫയർഡ് അല്ലേ. ഇതിൽ ഫർണസ് എവിടെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, ഒരു ബ്രിക്ക് വർക്കിൻ്റെ ഒരു സെറ്റിംഗ് ഉണ്ടാക്കിയിട്ട് ഒരു മോഡ് ഉണ്ടാക്കിയിട്ട് അതിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഫർണസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള ബോയിലറിനെ പറയുന്ന പേരാണ് എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ബോയിലറിനെ പറയുന്ന പേരാണ് എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് എല്ലാം എന്തായിരിക്കും, എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ഇന്റേണലി ഫയർഡ് ബോയിലറും എക്സ്റ്റേണലി ഫയർഡ് ബോയിലറും. ദെൻ അടുത്ത മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദി ആക്സിസ് ഓഫ് ദി ഷെല്ലിൻ്റെ കാര്യം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. ഷെല്ലിൻ്റെ ആക്സിസിനെ ബേസ് ചെയ്തിട്ട്, അതായത് ആണ് വെർട്ടിക്കൽ ബോയിലറും വെർട്ടിക്കലും ഒറിസോണ്ടലും. അതായത് ഷെല്ല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് ഇങ്ങനെയാണെങ്കിൽ, ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ഷെല്ല് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആക്സിസ് കിടക്കുന്നത് വെർട്ടിക്കൽ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത് വെർട്ടിക്കൽ ബോയിലറാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഷെല്ല് വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ ഒറിസോണ്ടലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയുന്നു, ഒറിസോണ്ടൽ ബോയിലർ എന്ന് പറയുന്നു അല്ലേ. ഒറിസോണ്ടൽ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആണ്. വെർട്ടിക്കൽ അക്കോർഡിംഗ് ടു ദി ആക്സിസ് ഓഫ് ഷെല്ലിൻ്റെ ആക്സിസ് അനുസരിച്ചാണ് ഒറിസോണ്ടൽ ബോയിലർ, വെർട്ടിക്കൽ ബോയിലർ. ഇൻ വെർട്ടിക്കൽ സ്റ്റീം ബോയിലേഴ്സ് ദ ആക്സിസ് ഓഫ് ദി ഷെൽ ഈസ് വെർട്ടിക്കൽ, വേറാസ് ഇൻ ഒറിസോണ്ടൽ ആക്സിസ് ഓഫ് ദി ഷെൽ ഈസ് ഇൻ ഒറിസോണ്ടൽ അല്ലേ. അതിനാണ് നമ്മൾ എന്താ ഒറിസോണ്ടൽ ബോയിലർ എന്നും വെർട്ടിക്കൽ ബോയിലർ എന്നും പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിൽ പോകാം. നാലാമത്തെ ക്ലാസിഫിക്കേഷന് അക്കോർഡിംഗ് ടു ദി നമ്പർ ഓഫ് ട്യൂബ്സ്. നമുക്ക് നമ്പർ ഓഫ് ട്യൂബ്സ്, നമ്മൾ അതിനുള്ളിൽ ഉപയോഗിക്കുന്ന ട്യൂബ്സിൻ്റെ നമ്പേഴ്സ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ്. സിംഗിൾ ട്യൂബ് ബോയിലർ, മൾട്ടി ട്യൂബ് ബോയിലർ. സിംഗിൾ ട്യൂബ് ബോയിലർ, മൾട്ടി ട്യൂബ് ബോയിലർ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഫയർ അല്ലെങ്കിൽ വാട്ടർ കടത്തി വിടുന്ന ട്യൂബുകൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ സിംഗിൾ ട്യൂബ് ബോയിലർ എന്നും, ഒറ്റ ട്യൂബ് ഉള്ളതെന്നുണ്ടെങ്കിൽ സിംഗിൾ ട്യൂബ് ബോയിലർ എന്നും, ഒന്നിൽ കൂടുതൽ ട്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, മൾട്ടി ബോയിലർ എന്ന് പറയും. ഇൻ സിംഗിൾ ട്യൂബ് സ്റ്റീം ബോയിലർ ദർ ഈസ് ഓൺലി വൺ ഫയർ ട്യൂബ് ഓർ വാട്ടർ ട്യൂബ്. ഓൺലി വൺ ഫയർ ട്യൂബ് ഓർ വാട്ടർ ട്യൂബ്. എക്സാമ്പിൾ സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ, കോർണിഷ് ബോയിലർ. കോർണിഷ് ബോയിലറും സിംഗിൾ വെർട്ടിക്കൽ ബോയിലറും എന്തിനുദാഹരണമാണ്, സിംഗിൾ ട്യൂബ് ബോയിലേഴ്സിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ മൾട്ടി ട്യൂബ് ബോയിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 2 or more ഫയർ ട്യൂബ്സ് അല്ലേ. മറ്റു ബോയിലേഴ്സ് എല്ലാം തന്നെ എന്തായിരിക്കും, മൾട്ടി ട്യൂബ് ബോയിലേഴ്സ് ആണ്. ഇപ്പോൾ 2 or more ഫയർ ട്യൂബ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൾട്ടി ട്യൂബ് ബോയിലർ ആയിരിക്കും. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസിഫിക്കേഷന് അക്കോർഡിംഗ് ടു ദി മെത്തേഡ് ഓഫ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ആൻഡ് സ്റ്റീം. വാട്ടറിൻ്റെയും സ്റ്റീമിൻ്റെയും സർക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ 2 ടൈപ്പാണ് ഉള്ളത്. ഒന്നാമത്തെ നാച്ചുറൽ സർക്കുലേഷൻ, രണ്ടാമത്തെ ഫോഴ്സ്ഡ് സർക്കുലേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നാച്ചുറൽ സർക്കുലേഷൻ എങ്ങനെ നടക്കുന്നത് എന്നുള്ളതും ഫോഴ്സ്ഡ് സർക്കുലേഷൻ എങ്ങനെ നടക്കുന്നത് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇൻ നാച്ചുറൽ സർക്കുലേഷൻ സ്റ്റീം ബോയിലേഴ്സ് ദ സർക്കുലേഷൻ ഓഫ് വാട്ടർ ബൈ നാച്ചുറൽ കൺവെൻഷൻ കറൻസ് വിച്ച് ഈസ് സെറ്റപ്പ് ഡ്യൂറിങ് ദി ഹീറ്റിംഗ് ഓഫ് ദി വാട്ടർ. ഇപ്പോൾ ഡെൻസിറ്റി ഡിഫറൻസ് ഉണ്ടായിട്ട് നമുക്ക് അറിയാൻ പറ്റും വാട്ടർ മുകളിൽ നിന്ന് താഴോട്ടും താഴ്ന്ന് മുകളിലോട്ടും പോലെ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും അതേപോലെ തന്നെ ഉദ്ദേശിക്കുന്നത്. നാച്ചുറൽ സർക്കുലേഷൻ സ്റ്റീം ബോയിലേഴ്സ് ആണെങ്കിൽ വാട്ടർ സർക്കുലേഷൻ ബൈ നാച്ചുറൽ കൺവെൻഷൻ കറന്റ് ആണ്.
വെച്ചിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത് നാച്ചുറൽ സർക്കുലേഷൻ ബോയിലർ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി സ്റ്റീം ബോയിലേഴ്സ് ദർ ഈസ് എ നാച്ചുറൽ കൺവേർഷൻ. ഓൾമോസ്റ്റ് എല്ലാ ബോയിലറിലും ഒരു നാച്ചുറൽ കൺവേർഷൻ ഉണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. നാച്ചുറൽ സർക്കുലേഷൻ ഉണ്ട് തന്നെയാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് സർക്കുലേഷൻ ആണ്. ഫോഴ്സ്ഡ് സർക്കുലേഷനിൽ ദർ ഈസ് എ ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ബൈ എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഡ്രിവൺ ബൈ സം എക്സ്റ്റേണൽ പവർ. നമ്മളൊരു പുറത്തുനിന്ന് ഒരു മോട്ടറോ അല്ലെങ്കിൽ ഒരു പവർ സോഴ്സ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഇതിൻ്റെ ഉള്ളിലെ വാട്ടർ ട്യൂബിൻ്റെ ഉള്ളിലെ ഫയറിനെയോ അല്ലെങ്കിൽ വാട്ടറിനെയോ നമ്മൾ എന്ത് ചെയ്യണേ, ഒരു ഫോഴ്സ്ഡ് സർക്കുലേഷൻ അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനായ ഫോഴ്സ്ഡ് സർക്കുലേഷൻ ബോയിലർ എന്ന് പറയുന്നത്. യൂസ് ഓഫ് ദി ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഈസ് മെയ്ഡ് ബൈ ഹൈ പ്രഷർ ബോയിലേഴ്സ് സച്ച് ആസ് ലാംബൗണ്ട്, ബെൻസൺ ബോയിലർ, ലോഫ്ലർ ബോയിലർ കേട്ടോ. അപ്പോൾ ഫോഴ്സ്ഡ് സർക്കുലേഷൻ സാധാരണ എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഹൈ പ്രഷർ ബോയിലേഴ്സിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഹൈ പ്രഷർ ബോയിലേഴ്സിൻ്റെ പേരും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു പോകാം. ലാമൗണ്ട് ബോയിലർ, ബെൻസൺ ബോയിലർ, ലോഫ്ലർ ബോയിലർ, ഇതെല്ലാം എന്താണ് ഹൈ പ്രഷർ ബോയിലേഴ്സും കൂടിയാണെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്തൊരു ക്ലാസിഫിക്കേഷനിലോട്ട് പോവുകയാണ്. ആറാമത്തെ ക്ലാസിഫിക്കേഷന് അക്കോർഡിംഗ് ടു ദി യൂസ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേഷനറി, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മൊബൈൽ യൂസ്. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റില്ലേ, ഒരിടത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈപ്പ് ബോയിലറിനെയാണ് നമ്മൾ എന്താ പറയുക സ്റ്റേഷനറി ബോയിലർ എന്ന് പറയുന്നത്. മൊബൈൽ ബോയിലർ എന്ന് പറയുന്നത് ഇപ്പോൾ ലോക്കോമോട്ടീവിലൊക്കെ ഉപയോഗിക്കുന്നത്, ട്രെയിനിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ബോയിലേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് മൊബൈൽ ബോയിലർ എന്നാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബോയിലേഴ്സിനെയാണ്, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ബോയിലേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് മൊബൈൽ ബോയിലർ എന്ന് പറയുന്നത്. The stationary steam boilers are used in power plants and in the industrial process work. This is called stationary because they do not move from one place to another. അല്ലേ, അത് പവർ പ്ലാന്റിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ബോയിലേഴ്സ് ആണ് സ്റ്റേഷനറി ബോയിലേഴ്സ്. ഇവ ഇൻഡസ്ട്രിയൽ പ്രോസസ് വർക്കിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഡു നോട്ട് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലോട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ മൂവ് ചെയ്യാൻ പറ്റില്ല. The mobile steam boilers are those which move from one place to another. These boilers are locomotive and marine boilers. ലോക്കോമോട്ടീവ്സിൽ അല്ലെങ്കിൽ മറൈൻസിലൊക്കെ ഉപയോഗിക്കുന്ന ബോയിലേഴ്സ് ആണ് എന്ത് പറയുന്നത് മൊബൈൽ ബോയിലർ എന്ന് പറയുന്നത്. ഇത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റേഷനറി ബോയിലർ അല്ലെങ്കിൽ അതേപോലെ തന്നെ മൊബൈൽ ബോയിലർ എന്നുള്ള ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മളിപ്പോൾ പറഞ്ഞത്. ദെൻ എത്രയാവും അല്ലേ, ദൂരമുള്ളൂ. ദെൻ അടുത്ത് നമുക്ക് പറയാനുള്ളത് സെലക്ഷൻ ഓഫ് ബോയിലർ ആണ്. സെലക്ഷൻ ഓഫ് ബോയിലർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോയിലർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഓരോ ടൈപ്പ് ബോയിലേഴ്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ബോയിലേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ആ ബോയിലറിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെലക്ഷൻ അനുസരിച്ചുള്ള ഒരു കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ചിട്ടാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ ഓഫ് ബോയിലർ എന്താണെന്നുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ വർക്കിംഗ് പ്രഷർ ആൻഡ് ദ ക്വാളിറ്റി ഓഫ് സ്റ്റീം റിക്വയർഡ്. നമുക്ക് അതായത് എത്ര പ്രഷറിലാണ് നമുക്ക് വേണ്ട ബോയിലർ, എത്ര പ്രഷറിലാണ്, അതായത് വർക്കിംഗ് പ്രഷർ, ബോയിലറിൻ്റെ വർക്കിംഗ് പ്രഷർ എത്രയാണ്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഓഫ് സ്റ്റീം റിക്വയർഡ്, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദി സ്റ്റീം റിക്വയർഡ്, നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ ഇത് വേണം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ സ്റ്റീം ബോയിലറാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് സ്റ്റീം ജനറേഷൻ റേറ്റ് അല്ലേ, അതായത് നമുക്കറിയാൻ പറ്റും ഒരു ഇത്ര മിനിറ്റിൽ എത്രത്തോളം സ്റ്റീം ജനറേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ആ സ്റ്റീം ജനറേഷൻ റേറ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഈ ഒരു ബോയിലറിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ആവശ്യത്തിനനുസരിച്ച്. നമുക്ക് കൂടുതൽ സ്റ്റീം ജനറേഷൻ ചെയ്യുന്ന അതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഹൈ പ്രഷറും കാര്യങ്ങളൊക്കെ എല്ലാം ബോയിലേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. മറ്റേതാണെങ്കിൽ നമ്മൾ നോർമൽ ബോയിലേഴ്സിനെ സെലക്ട് ചെയ്താൽ മതി. ദെൻ ഫ്ലോർ ഏരിയ അവൈലബിൾ അല്ലേ, ഫ്ലോർ ഏരിയ അവൈലബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞൊരു ഏരിയയുള്ള ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മേ ബി വെർട്ടിക്കൽ ബോയിലേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. ഫ്ലോർ ഏരിയ വളരെ കുറവാണെങ്കിൽ, പക്ഷേ ഫ്ലോർ ഏരിയ നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ബോയിലേഴ്സിലെ ഹൊറിസോണ്ടൽ ബോയിലേഴ്സിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലോർ ഏരിയക്ക് അനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോയിലറിൻ്റെ സെലക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ ആക്സസിബിലിറ്റി ഫോർ റിപ്പയർ ആൻഡ് ഇൻസ്പെക്ഷൻ. നമുക്ക് എന്തായാലും അറിയാൻ പറ്റും ഇതിനൊരു മെയിൻ്റെനൻസ് വരും അല്ലേ, പീരിയോഡിക് മെയിൻ്റെനൻസ് വരും. ചിലപ്പോൾ
പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് ഉണ്ടാവും, പീരിയോഡിക് മെയിൻ്റെനൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ എന്തെങ്കിലും ഡാമേജ് ആവുന്ന സമയത്ത് ഉള്ള മെയിൻ്റെനൻസ് ഉണ്ടാവും, ആക്സിഡൻ്റൽ മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ തരുന്ന സമയത്ത് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആക്സസിബിലിറ്റി, നമുക്കത് ബോയിലറിൻ്റെ ഷെല്ലിലോട്ട് ഉള്ളിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് റിപ്പയർ ചെയ്യണമെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആക്സസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിലായിരിക്കണം നമ്മളത് നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു ടൈപ്പും കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ കമ്പാരിറ്റീവ് ഇനീഷ്യൽ കോസ്റ്റ്, ഓരോ ബോയിലറിനും കോസ്റ്റ് വ്യത്യാസമായിരിക്കും. ഇനീഷ്യൽ കോസ്റ്റ് നമ്മൾ നോക്കും. അപ്പോൾ ആ കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്. ദെൻ എറക്ഷൻ ഫെസിലിറ്റീസ്, നമ്മളിപ്പോൾ ഒരു ബോയിലർ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളൊരു ബോയിലർ ചൂസ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരും, ഇതിന് വേണ്ട ആവശ്യമുള്ള സംഭവങ്ങൾ കൊണ്ടുവരേണ്ടി വരും അല്ലേ. ഫ്യൂൽ ആണെന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ വാട്ടർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ എത്തിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എറക്ഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോയിലറിൻ്റെ സെലക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്യൂൽ ആൻഡ് വാട്ടർ അവൈലബിൾ. അത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. ഫസ്റ്റ് ഫ്യൂൽ ആൻഡ് വാട്ടർ അവൈലബിൾ, വെള്ളത്തിൻ്റെയും അതേപോലെ തന്നെ ഫ്യൂലിൻ്റെയും ലഭ്യത അനുസരിച്ചായിരിക്കും നമ്മൾ ബോയിലറിനെ സെലക്ട് ചെയ്യുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റെനൻസ് കോസ്റ്റ്, നമ്മൾ നോർമലായിട്ട് ഇതിനൊരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ടായിരിക്കും. അതേമാതിരി തന്നെ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ്റെനൻസ് റിപ്പയർ കാര്യങ്ങൾ വരുമ്പോൾ ഒരു കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബോയിലറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ബോയിലറിൻ്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളുമാണ് ഇപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോയിലറിൽ ഇന്നിവിടെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ട് ബോയിലർ എന്താണെന്നുള്ളത് പറഞ്ഞു, അതോടൊപ്പം തന്നെ ബോയിലറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു അല്ലേ. ഒത്തിരി ബോയിലറിൻ്റെ പേരും നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബോയിലർ എന്താണെന്ന് പഠിച്ചിരിക്കണം. ബോയിലറിൽ നിന്ന് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് തന്നെയാണ്, ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ചോദിക്കാറ്. അതോടൊപ്പം തന്നെ ആക്സസറീസും മൗണ്ടിങ്സും അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആക്സസറീസും മൗണ്ടിങ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വരുന്ന എക്സാമിൽ 17 വരുന്ന നവംബർ മെക്കാനിക്കൽ ഗ്രേഡ് 2 എന്നുള്ള എക്സാമിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഈ ഒരു ബോയിലറിൻ്റെ ടോപ്പിക്കും കാര്യങ്ങളും വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് സിലബസ് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ല, ഇതുവരെ പഠിച്ച് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, കോഴ്സ് ഒന്നും എടുക്കാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള മറ്റ് വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്